പൊക്കം എന്നാ ഉണ്ട്, വലിപ്പമുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നാ ഉണ്ട്, ശ്രേഷ്ഠത എന്നാ ഉണ്ട്, കുടുംബശ്രേഷ്ഠത എന്നാ ഉണ്ട് എന്നൊന്നും ദൈവം നോക്കുന്നില്ല. നിന്റെ ഫലം നോക്കിയിട്ടാണ് ദൈവം നല്ലതേ എന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഫലമാണ് ദൈവത്തിന് അറിയേണ്ടത് നല്ലതെന്ന് പറയാൻ. അവിടെ കൊണ്ടിട്ടെ ഇങ്ങനെയാണ് ബൈബിൾ കാണുന്നത്. ഇങ്ങനെയാണ് നാരകം നിറച്ച് നാരങ്ങ ഇങ്ങനെ കഴിച്ച് കിടക്കുമ്പോൾ ദൈവം തമ്പുരാൻ നാരകത്തെ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നാരങ്ങ തന്ന് എന്നെ തണുപ്പിക്കുവിൻ, നാരങ്ങ ദാഹത്തിനു നല്ലതല്ലു. അപ്പോൾ ദൈവം കണ്ടു നാരങ്ങ ദാഹത്തിനു നല്ലതാണ് എന്ന് ദൈവം കണ്ടു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും അതേ ദാഹം വന്നു കഴിയുമ്പോൾ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത്. നാരങ്ങ പോലെ ഇരിക്കുന്ന ഒതളങ്ങ കുടിക്കാൻ പോകുന്നില്ല. കർത്താവ് പറഞ്ഞു ഒതളങ്ങ പിഴിഞ്ഞു കുടിച്ചാൽ ചാകാൻ സാധ്യതയുണ്ട്. മരിക്കേണ്ടവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഒതളങ്ങ, ജീവിക്കേണ്ടവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ് നാരങ്ങ. അപ്പോൾ നാരങ്ങ ദാഹത്തിനു നല്ലതാണ് എന്ന് ദൈവം കണ്ടു. നാരങ്ങ കറി വെക്കാൻ നല്ലതാണ്, ദൈവം കണ്ടു. തെങ്ങ് അതിൻ്റെ കരിക്ക് ദാഹത്തിന് നല്ലതാണ്, തേങ്ങ കറിക്ക് ഉപയോഗിക്കാം, എണ്ണ ഉപയോഗിക്കാം. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ട് പറയാണ് നല്ലതേ എന്ന് ദൈവം കണ്ടു. ഞാൻ താഴേക്ക് ഒറ്റവാക്കി പറയട്ടെ. മൈലാഞ്ചി കണ്ടു ദൈവം പറഞ്ഞു എൻ്റെ കൊച്ചുങ്ങളുടെ കയ്യിൽ അരച്ചിടാൻ കൊള്ളാം. ഇവിടെ അരച്ചിട്ടുണ്ടോ കുഴപ്പമുണ്ടാകും കേട്ടോ. ഞാൻ പറഞ്ഞത് ബൈബിൾ ഇങ്ങനെ മൈലാഞ്ചി അരച്ചെൻ്റെ കൈക്ക് ഇടുവിൻ എന്ന് എഴുതിയുണ്ടോ. അപ്പം മൈലാഞ്ചി കയ്യിൽ അരച്ചിടാൻ കൊള്ളാമെന്ന് ദൈവം കണ്ടു. അപ്പോൾ മൈലാഞ്ചി പോലെ ഇരിക്കുന്നതാണെന്ന് വെച്ച് ചൊറിയണം പറഞ്ഞിട്ടാലോ ആകെപ്പാടെ കൊടുത്തു. അപ്പം ദൈവം എന്തിനെ എങ്ങനെ കണ്ടിരിക്കുന്നുവോ അതുപോലെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, നിനക്കിത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ്, നിനക്കിത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ലാത്തതാണ് എന്ന് ദൈവം തമ്പുരാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പ്രൈസ് ദി ലോർഡ്. ഈ ഒരൊറ്റ വാക്ക് എൻ്റെ കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ അതാത് സസ്യാദികൾ ഫലപുഷ്ടമുള്ള വൃക്ഷങ്ങളെല്ലാം മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ സമയത്ത് തന്നെ ഇന്നത്തെ കണക്കനുസരിച്ച് 4 ലക്ഷം സൈസ് അതേ വൃക്ഷാദികൾ സസ്യാദികൾ കണ്ടുപിടിക്കപ്പെട്ടു. അറിയപ്പെടാത്ത വേറെ ഒറ്റ വാക്ക്. ഇപ്പം ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു തർക്കം നടക്കുന്ന ഭാഷ ഉണ്ട്. സാധാരണ എപ്പോഴും കേൾക്കുന്ന തർക്കം, മാവാണോ മൂത്തത്? എന്താ ആമാ, അത് നിങ്ങളെ കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം മാവാണോ മൂത്തത്, മാങ്ങാണ്ടിയാണോ മൂത്തത്? ആരായിരിക്കും മൂത്തത്? മാങ്ങാണ്ടില്ലാതെ മാവുണ്ടാകുമോ? മാവില്ലാതെ മാങ്ങാണ്ടി ഉണ്ടാകുമോ? ഇങ്ങനെ തർക്കം കേൾക്കാം. ഇവിടെ മാവും അല്ല മാങ്ങാണ്ടിയല്ല ദൈവം ഉപയോഗിച്ചത്, ദൈവം തൻ്റെ വചനമാകുന്ന വിത്താ ഉപയോഗിച്ചത്. ദൈവം തൻ്റെ വചനമാകുന്ന വിത്ത് ഉപയോഗിച്ചു. അതാ അർത്ഥമാണ്. അവൻ വിത്ത് വിതച്ചുകൊണ്ടേ ഇരുന്നു. ചിലത് അതെ പാറപ്പുറത്ത് വീണു, ചിലത് വഴിയരികിൽ വീണു, ചിലത് മുൾനടിയിൽ വീണു. ഇതുപോലെ ദൈവം തമ്പുരാൻ ഇതിൻ്റെ പിന്നിലെല്ലാം ഉപയോഗിച്ച വിത്തെന്ന് പറയുന്നത് വചനവിത്ത. ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്ന വചനവിത്തിന് ജീവനുണ്ട്. അത് അതിൻ്റേതാകുന്ന ഫലം കൊടുത്ത് പുറത്തു വരികയും ചെയ്യും. അവിടെ ഞാൻ വിടുന്നു. ഇനി ഭൂമി നിറച്ചിങ്ങനെ പേര നിറച്ച് പേരയ്ക്കാപ്പഴം, മാവ് നിറച്ച് മാങ്ങാപ്പഴം, അതെ പ്ലാക്ക മുഴുവൻ പഴുത്ത് കിടക്കുന്നു, ഇഷ്ടം വാഴ മുഴുവൻ വാഴക്കൊല മുഴുവൻ പഴുത്ത് നിൽക്കുകയാണ്. ഒരൊറ്റ പഴത്തിനും കേടില്ല, ഒറ്റ പഴത്തിനും കേടില്ല. കാരണം വാവൽ ഇവിടില്ല, കാക്ക ഇവിടില്ല, ഒരു പക്ഷികളും ഇവിടില്ല. ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ കർത്താവ് പറയുകയാണ്, എനിക്ക് വലിയ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങൾക്കുള്ള തീറ്റയെല്ലാം സൃഷ്ടിച്ചേ ദൈവം നമ്മൾ അതുങ്ങളെ സൃഷ്ടിക്കത്തുള്ളൂ. പ്ലീസ് ഹലോ. അത് കാക്കയെ സൃഷ്ടിച്ചേച്ച് കാക്കയ്ക്ക് തിന്നാനുള്ള ചക്കപ്പഴം സൃഷ്ടിക്കാൻ പോകണമല്ല ദൈവം. വാവലിനെ സൃഷ്ടിച്ചേച്ച് പേരയ്ക്ക സൃഷ്ടിക്കാൻ പോകണമല്ല ദൈവം. കാരണം അതുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഇവിടെ സൃഷ്ടിച്ച് റെഡിയാക്കി വെച്ചേച്ചാണ് അതുങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയും എല്ലാം റെഡിയാക്കിയിട്ട് കർത്താവ് പറയാണ് ആകാശവിധാനത്തിൽ പറവകൾ പറക്കട്ടെ. ഒരു വാക്ക്, ആകാശവിധാനത്തിൽ പറവകൾ പറക്കട്ടെ എന്ന് കർത്താവ് ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു. പറഞ്ഞ മാത്രം ഇന്നത്തെ കണക്കനുസരിച്ച് 9775 ഇനം പറവകൾ ഇന്ന് പറക്കുന്നു, പക്ഷികളുണ്ട്. ഒറ്റ വാക്ക്. അപ്പൊ ഈ 9775 ഇനം പറവകളെ പറപ്പിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി. ആ വചനമല്ലേ എൻ്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? ആ വചനമല്ലേ എല്ലാം കൂടെ അതെ മൊത്തമാക്കി പുസ്തകമാക്കി അവിടെ കൈ തന്നിരിക്കുന്നത്?